അപ്പോൾ നമ്മൾ 4 ഏരിയയ്ക്ക് നമ്മൾ കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ. കുഴി കുത്തി നമ്മൾ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. മഴ വരുന്നുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ആകെ ചപ്പിളിയാവും. നമ്മൾ പറ്റണ ഇപ്പോൾ നമ്മൾ കുഴിച്ചിടുക കേട്ടോ. കേട്ടോ നമ്മൾ മാങ്ങാഞ്ചി പറിച്ച് ഇവിടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ചെറുതിലൊക്കെ മുള വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ പിന്നെ രണ്ടാമത് മുളയൊക്കെ വന്നോളൂ, കുഴപ്പമില്ല. നമ്മളപ്പോൾ കുഴിച്ചിടുകയാണ്. ഇതുണ്ടോ, അപ്പോൾ കുഴിച്ചിടുന്നു. നമ്മൾ ഒരു വലിയ പീസ് തന്നെ ഉണ്ട് നമ്മൾ വെക്കുന്നത്. വലിയ പീസ് ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എന്ന രീതിക്കാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുള പൊട്ടിക്കോളും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിതാ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൂടാനായിട്ട് പോവാണ്. അങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തട്ടി മൂടുന്നുള്ളൂ കേട്ടോ, വല്ലാണ്ട് മണ്ണിടുന്നില്ല. ജസ്റ്റ് ഒന്ന് മൂടുന്നുള്ളൂ കേട്ടോ. നമ്മൾ വേറെ വളങ്ങളൊന്നും ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ചാണകപ്പൊടി നമുക്ക് ഇടാം, പക്ഷേ ഇടാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം ചാണകപ്പൊടി ഉണങ്ങിയിട്ടില്ല, ഈ മഴയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീണതുകൊണ്ട്. അതുകൊണ്ട് ഇനി നമ്മളിനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ നമ്മൾ കോഴിക്കാട്ടം ഇടാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിക്കാട്ടൊക്കെ കൊത്തിക്കളച്ച് ഇതിൻ്റെ കൂടെ ഇട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാവശ്യം നമ്മൾ ഇടുന്നില്ല, നമ്മളിത് മുളച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ മൂടി കഴിഞ്ഞിട്ടുണ്ട്. മൂടി കഴിയുമ്പോൾ സൈഡ് ഇങ്ങനെ ലേശം പൊന്തിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം നമ്മളിനി മണ്ണിട്ട് കൊടുത്തിട്ട് അത് ഒന്നുകൂടി പൊന്തിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡിൽ ചെറുതായിട്ട് നമ്മൾ പൊക്കി നിർത്തുന്നത് കേട്ടോ.